ഇത് നമ്മുടെ പാർക്കിൻ്റെ അകത്തുള്ളൊരു കാറാണ്. അതിൻ്റെ അവിടെ ഒരു ഉൾവശമുണ്ട്. തിരിഞ്ഞ ക്യാമറമാൻ. അപ്പോൾ അതത്ര സേഫ് അല്ല, അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോകാറില്ല. പക്ഷെ ഒരു പ്രാവശ്യം പോയിട്ടുണ്ട്. അപ്പം നമുക്ക് 2 സീക്രട്ട് ഉണ്ട്. ഇത് ഒന്നാമത്തെ സീക്രട്ട് ആണ്, അങ്ങനെ സീക്രട്ട് അല്ല. അപ്പോൾ രണ്ടാമത്തെ സീക്രട്ട് ഭയങ്കര സീക്രട്ടാണ്. നമ്മൾ സമ്മർ ടൈമിൽ ഇവിടെ ബ്ലൂബെറി പറിക്കാൻ വന്നപ്പോഴാണ് ഈ സീക്രട്ട് ആണുള്ളത്. ഇത് നിങ്ങൾക്ക് ഞങ്ങളോട് നടത്താം. പിന്നെ ഇത് മലയുണ്ട് ഗൈസ്, നല്ല മലയാണ് ഗൈസ്, നല്ല വലിയ. അപ്പോൾ നമ്മൾ ഇതെന്തുവാണ്? അത് മഷ്റൂമാണ്. മഷ്റൂമൊക്കെ ഉണ്ട് ഇവിടെ കാണാം, നല്ല മഷ്റൂമാണ്. പക്ഷെ പാമ്പിൻ്റെ ആണോ നമുക്ക് ഡൗട്ടുണ്ട്. അത് മഷ്റൂം ആയിരിക്കും, നമുക്ക് നോക്കാൻ അറിയത്തില്ലല്ലോ. അപ്പോൾ വളമാവും. കുരിയുണ്ട് ഗൈസ്, ഞാൻ വീഴാൻ പോയായിരുന്നു. നിങ്ങൾ കണ്ടില്ലേ, ഞാൻ ചരിഞ്ഞു. അപ്പോൾ ഗൈസ് തൊട്ടടുത്താണ്. ഇവിടെ പാമ്പൊന്നുമില്ല, പോടാന്ന്. ഇങ്ങനെ ഊഞ്ഞാലൊക്കെ ആടാൻ പറ്റുന്ന നേരത്തെയാണ് കുറച്ചുകൂടി തിരിഞ്ഞ്. പക്ഷെ നല്ല മരത്തിന്റെ തൊലിയാണ് വെടയാ. അമ്മയൊന്നും നോക്കിയിട്ടുണ്ട്. എനിക്ക് ഇരിക്കാൻ പറ്റും. ചാടാൻ പറ്റുന്നുണ്ട് കേട്ടോ, നല്ല രസമുണ്ട്. പക്ഷെ മറ്റേ മരത്തിനെക്കാളും കുറച്ച് ചവിട്ടാൻ പറ്റുന്ന സാധനങ്ങളുണ്ട് ഇവിടെ. അപ്പൊ എനിക്ക് പെട്ടെന്ന് കേറാൻ പറ്റും. ഇതേ രീതിയിൽ വീഴരുത് ഗൈസ്. നമുക്കൊന്ന് അകത്തോട്ട് പോയി നോക്കാം. സൂക്ഷിച്ച്. പക്ഷെ ഇതില് കയറി ഇരുന്നാൽ ഞാൻ എപ്പോ വീണെന്നേ ഉള്ളു. നല്ല രസമാണ്. പക്ഷെ ഇവിടെ ഒരു വലിയ കിട്ടിയില്ല ഗൈസ്. നേരത്തെ ഇവിടെ റേസ് നടക്കുമായിരുന്നു. അതായത് പിള്ളേർ ചുമ്മാ വെക്കുന്നതല്ല, വലിയവർ വെക്കുന്ന റേസ്. പക്ഷെ പ്രൈസ് ഒന്നും കിട്ടത്തില്ല. നമ്മൾ രാവിലെ ജോഗിങ്ങിന് വന്നാൽ മതി. നല്ല രസമാണ് ആൾക്കാരെ തോപ്പിക്കാൻ. അതുകൊണ്ടാണ് ഇവ കൂടുതൽ പേര് വരുന്നത്. അയ്യോ, അപ്പോൾ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ടൈം സ്പെൻഡിങ്ങിന് നല്ല ചാനലായ സ്ഥലം നല്ലതാണെന്നല്ല, നിങ്ങൾക്ക് ചിലപ്പോൾ ലൗഡായിരിക്കും. പക്ഷേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ആണുങ്ങളൊന്നും പോയാൽ ചുമ്മാ അവര് ചുമ്മാ കിടക്കാൻ വേണ്ടിയാണ്. നല്ല ശാന്തതയുള്ള സ്ഥലമായതുകൊണ്ട് നമ്മളിപ്പോൾ അവരുടെ ഉറക്കം കെടുത്തി വെച്ചാണ്. നമുക്ക് പോവാതിരിക്കുന്നതാണ് നല്ലത്. ഞാൻ വെടിവെച്ച് കൊല്ലും.
ഗായ്സ് അപ്പൊ ഈ മരം നല്ലതാണ് കേട്ടോ. ജില്ല നല്ല നിൽക്കുന്നു അപ്പാപ്പനായിട്ടു. ശരിയാ അല്ലേ അപ്പം മരം ആൾക്കാർ വെട്ടി ഇങ്ങനെ ഇട്ടേക്കുവാണ്. നല്ല വെട്ടിയതല്ലടാ അത് ഒടിഞ്ഞു വീഴായിരിക്കും. അതെന്തായാലും ഇവ പോയത്. അപ്പോൾ കാശ് നമ്മളൊരു അമ്മച്ചീനെയും പട്ടീനെയും കണ്ടിട്ട് എനിക്ക് പട്ടികളെ ഭയങ്കര ജീവനാണ്. നമുക്ക് ഒരാളൊന്ന് ചോദിച്ചു നോക്കാം കേട്ടോ. ഇംഗ്ലീഷുകാരിയാണ്. എന്നിട്ട് ഞാൻ അമ്മച്ചിയോട് പെർമിഷനൊക്കെ ചോദിച്ചു. അമ്മച്ചി യെസ് പറഞ്ഞു. വന്നിട്ട് ഞങ്ങൾ കുറച്ച് നേരം പട്ടീൻ്റെ കൂടെ കളിച്ചു. ഇതിൻ്റെ പേര് റോക്സി എന്നാണ്. ഇതിൻ്റെ ബ്രീഡ് അമേരിക്കൻ അക്കീസാന്ന് പറഞ്ഞൊരു ബ്രീഡാണ്. ഇതിന് 5 വയസ്സാണ്. പട്ടി ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു. ഞങ്ങൾ കുറേ നേരം കളിച്ചായിരുന്നു. ആ പട്ടി എന്നെ നക്കി. അതുകൊണ്ട് അമ്മ എന്നെ വാഷിംഗ് മെഷീനിട്ട് അലക്കി. പിന്നെ നല്ലൊരു പട്ടിയായിരുന്നു. അപ്പം ഞാൻ സ്റ്റിക്കൊക്കെ എറിഞ്ഞ് നോക്കി. പക്ഷേ ആ പട്ടീനെ കളിച്ചില്ല എൻ്റെ കൂടെ. എന്നിട്ട് ഞാൻ ഒരു ഇല എടുത്ത് പുറകെ വെച്ച് ഇങ്ങനെ ആക്കി. അപ്പം മടുക്കാനുള്ള കഴിവുള്ളതുകൊണ്ട് അത് കണ്ടുപിടിച്ചു. അപ്പം ഞാൻ ഗുഡ് ബോയ് എന്നൊക്കെ പറഞ്ഞു. പ്രസംഗിച്ച് അത് കഴിഞ്ഞിട്ട് ഞാൻ സന്തോഷമായ അമ്മേൻ്റെ കൂടെ വീട്ടിലേക്ക് പോയി. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.